എൻ്റെ ഫ്രണ്ട്സേ, ഇത് നോക്കിയേ, റോബർട്ടോ ബാജിയോ എടുക്കുന്ന കിക്കാണ് ഈ കാണുന്നത്. റോബർട്ടോ ബാജിയോ എടുത്ത പെനാൽറ്റി ഷൂട്ടൗട്ടിലെ അവസാനത്തെ നിർണായകമായ കിക്ക് മനസ്സിൽ നിന്നും അടർന്നു വീണ തൂവൽ പോലെ നിലം പറ്റി കിടക്കുമ്പോൾ ആ മനുഷ്യൻ ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ, ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാമോ ചിന്ത? ഈ ഭൂമി പിളർന്നൊന്ന് താഴേക്ക് പോയെങ്കിൽ 1994 വേൾഡ് കപ്പിൽ ബ്രസീൽ അങ്ങനെ വിജയികളായി മാറുന്നത് റോബർട്ടോ ബാജിയോയുടെ പുറത്തേക്ക് വേഗതയിൽ ഉയർന്നു പോയ കിക്കിലൂടെയാണ്. എന്താ അല്ലേ, 94 വേൾഡ് കപ്പ് അങ്ങനെ ഇറ്റലിയുടെ കയ്യിൽ നിന്നും ഊർന്നു പോയ ആ നിമിഷമാണ് നമ്മൾ കണ്ടത്. റോബർട്ടോ ബാജിയോ അതിമനോഹരമായിട്ട് പന്ത് കളിക്കുന്ന മനുഷ്യൻ, മുട്ടുകാലിനേറ്റ മാരകമായ ക്ഷതം മാറ്റിവെച്ചുകൊണ്ട്, വെറുതെ വിട്ടുകൊണ്ട് അടിപൊളിയായിട്ട് പന്ത് കളിക്കുകയും സൂപ്പറായിട്ട് മുന്നേറുകയും ഏതു എതിരാളിയെ വീഴ്ത്തുകയും ചെയ്യുന്ന അതിവിദഗ്ധമായിട്ട് ഫ്രീ കിക്കുകൾ എടുക്കുന്ന ഇറ്റലിയുടെ പടയോട്ടത്തിന്റെ വേഗതയുള്ള അമാനുഷികനായ മനുഷ്യൻ. ഞാൻ പലപ്പോഴും ഈ കിക്കിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. വളരെ വേദനാജനകമാണ്. കാരണം എല്ലാം നേടിക്കൊടുത്ത്, ഇറ്റലിക്ക് വേണ്ടി എല്ലാം നേടിക്കൊടുത്ത മനുഷ്യൻ ഒടുവിൽ കിരീടം തലയിൽ നിന്ന് ഊർന്നു വീണുപോയ ഒരു രാജാവിനെ പോലെ തല കുനിച്ചു നിൽക്കുന്ന റോബർട്ടോ ബാജിയെ കാണുമ്പോണ്ടല്ലോ, വല്ലാത്തൊരു നൊമ്പരായിരുന്നു. എന്തായാലും പ്രിയങ്കരനായ ഫുട്ബോളറാണ്, മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന. എനിക്കൊരു ടീമുണ്ടെങ്കിൽ ആ ടീമിൽ എന്നും റോബർട്ടോ ബാജിയോക്ക് സ്ഥാനമുണ്ട്.